നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 1195 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗമുക്തി നേടിയത് 1234 പേരാണ്. രോഗം ബാധിച്ചവരിൽ 971 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. അതിൽ ഉറവിടമറിയാത്തത് 79 പേരുണ്ട്. വിദേശത്ത് നിന്ന് വന്ന 66 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 125 പേർ, 13 ഹെൽത്ത് വർക്കർമാരുണ്ട്. 7 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് ചോമ്പാല 66 വയസ്സുള്ള പുരുഷോത്തമൻ, കോഴിക്കോട് തന്നെ ഫറോക്കിൽ 73 വയസ്സുള്ള പ്രഭാകരൻ, കോഴിക്കോട് കക്കട്ട് 70 വയസ്സുള്ള മരക്കാർകുട്ടി, കൊല്ലത്ത് വെളിനെല്ലൂർ 58 വയസ്സുള്ള അബ്ദുൽ സലാം, കണ്ണൂർ ഇരിക്കൂർ 59 വയസ്സുള്ള യശോദ, കാസർഗോഡ് ഉടുമ്പുത്തല 76 വയസ്സുള്ള അസൈന റാജി, എറണാകുളത്ത് തൃക്കാക്കര 83 വയസ്സുള്ള ജോർജ് ദേവസി. ഇത്രയും ആളുകളാണ് മരണമടഞ്ഞത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 274, മലപ്പുറം 167, കാസർഗോഡ് 128, എറണാകുളം 120, ആലപ്പുഴ 108, തൃശ്ശൂർ 86, കണ്ണൂർ 61, കോട്ടയം 51, കോഴിക്കോട് 39, പാലക്കാട് 41, ഇടുക്കി 39, പത്തനംതിട്ട 37, കൊല്ലം 30, വയനാട് 14. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരത്ത് 528, കൊല്ലം 49, പത്തനംതിട്ട 46, ആലപ്പുഴ 60, കോട്ടയം 47, ഇടുക്കി 58, എറണാകുളം 35, തൃശ്ശൂർ 51, പാലക്കാട് 13, മലപ്പുറം 77, കോഴിക്കോട് 72, വയനാട് 40, കണ്ണൂർ 53, കാസർഗോഡ് 105. കഴിഞ്ഞ 24 മണിക്കൂറിനകം 25,096 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 1,47,074 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 11,167 പേർ ആശുപത്രികളിലാണ്. 1,444 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ ആകെ 4,17,939 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 6,444 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 1,30,614 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 1950 സാമ്പിളുകൾ റിസൾട്ട് വരാനുണ്ട്.
സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 515. തിരുവനന്തപുരത്ത് ഇന്ന് സ്ഥിരീകരിച്ച 274-ൽ 248 സമ്പർക്ക രോഗബാധിതരാണ്. പൂന്തുറ, വിഴിഞ്ഞം എന്നീ സ്ഥലങ്ങളിൽ രോഗവ്യാപന സാധ്യത കുറയുന്നുണ്ട്. എന്നാൽ അപകടാവസ്ഥ അയഞ്ഞിട്ടില്ല. ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളിൽ ഇന്നലെ 2011 കോവിഡ് പരിശോധനകൾ നടത്തി. അതിൽ 203 പോസിറ്റീവായി. കള്ളിക്കാട്, വെള്ളറട, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ഈ ലിമിറ്റഡ് ക്ലസ്റ്ററുകൾ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളായി മാറാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ 3 പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ആഗസ്റ്റ് 5, 6 തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യബന്ധനാനുമതി ആഗസ്റ്റ് 5 എന്നത് 7 മാറ്റിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്ന സ്ത്രീക്കും ദന്തൽ ക്ലിനിക്കിലെ ജീവനക്കാരിക്കും രോഗം സ്ഥിരീകരിച്ചതിൻ്റെ ഉറവിടം വ്യക്തമാകാത്തതിനെ തുടർന്ന് പുറമുറ്റത്ത് ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ രൂപപ്പെട്ടു. ആലപ്പുഴ ക്ലോസ്ഡ് ക്ലസ്റ്ററിലൊന്നാണ് ITBP മേഖല. അവിടെ കാര്യങ്ങൾ നിയന്ത്രണത്തിലായി വരികയായിരുന്നു. ഇന്നലെ പുതുതായി 35 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതര സംസ്ഥാനത്തു നിന്നും പുതുതായി വന്ന ഉദ്യോഗസ്ഥർക്കാണ് രോഗബാധ. റൊട്ടേഷണൽ ചേഞ്ച് ഓവറിൻ്റെ ഭാഗമായി ജൂലൈ 7 ജലന്ധറിൽ നിന്നെത്തിയ 50 പുതിയ ഉദ്യോഗസ്ഥരിൽ 35 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ 50 പേരടങ്ങിയ ടീമിനെ ജില്ലയിലെത്തിയ ഉടൻ ക്വാറന്റൈൻ ചെയ്തിരുന്നു. ഇവർക്ക് പൊതുജനങ്ങളുമായി സമ്പർക്കമുണ്ടായിട്ടില്ല. നൂർനാട് ITBP ക്യാമ്പിലേക്ക് പുതുതായി ഉദ്യോഗസ്ഥരെ അയക്കരുതെന്ന് ITBP അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്ത് ആലുവ ക്ലസ്റ്ററിലും ഫോർട്ട് കൊച്ചി മേഖലയിലും രോഗവ്യാപനം തുടരുകയാണ്. അങ്കമാലി, തൃക്കാക്കര, എടപ്പള്ളി മേഖലകളിലും കഴിഞ്ഞ ദിവസം കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഫോർട്ട് കൊച്ചി മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ 82 സ്വകാര്യ ആശുപത്രികളാണ് കോവിഡ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ 9 പേരാണ് ഗുരുതര ലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ളത്. ICUവിൽ ഇവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലക്ക് പുറത്തുള്ള പട്ടാമ്പി ക്ലസ്റ്ററിൽ നിന്ന് സമ്പർക്ക രോഗബാധിതരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ ആദിവാസി കോളനികളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആളുകൾ വരുന്നത് തടയുന്നതിനായി ആരോഗ്യം, ട്രൈബൽ, വനം വകുപ്പുകളുടെ നേതൃത്വത്തിൽ പറമ്പിക്കുളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിശോധനയും
ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. അട്ടപ്പാടി മേഖലയിലെ കോവിഡ് ബാധിതർക്കായി 420 കിടക്കകളോടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ മരണ വീട്ടിൽ കൊണ്ടുപോയ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം സ്ഥിരീകരിച്ചിരുന്നു. 5 വയസ്സിന് താഴെയുള്ള 5 കുട്ടികൾക്കും സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായതായി കണ്ടെത്തി. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു ജാഗ്രതക്കുറവും ഉണ്ടാകാൻ പാടില്ല. വയനാട്ടിൽ പേരിയ പുലച്ചിക്കുനി പട്ടികവർഗ കോളനിയിലെ 2 വീടുകളിലായി 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പരിസരത്തെ മുഴുവൻ വീടുകളിലും കോളനികളിലും പരിശോധന ഊർജിതമാക്കുകയും ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. 93 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 125 പേർക്കാണ് രോഗബാധ ഉണ്ടായിരുന്നത്. നിലവിൽ 60 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 93 കേസുണ്ട്. ഇവിടെ 1292 ടെസ്റ്റുകൾ നടത്തി. കോവിഡ് ഇതര രോഗ ചികിത്സക്കുള്ള OP നിയന്ത്രണം ഒരാഴ്ച കൂടി തുടരും. ഇന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് കോവിഡ് ബാധിതരുടെ സമ്പർക്കം ഉൾപ്പെടെ കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ടതോടെ പോലീസിന് പിടിപ്പത് പണിയായി എന്നാണ്. അവർ തന്നെ വീണ്ടും നിലവിലെ കോവിഡ് പ്രതിരോധത്തിന് പോലും പോലീസ് ഇല്ലാതിരിക്കെയാണ് പുതിയ നിർദ്ദേശം എന്ന് പറയുന്നുണ്ട്. അതേ മാധ്യമ സ്ഥാപനം തന്നെ കോവിഡ് പ്രതിരോധത്തിൻ്റെ അധിക ചുമതല ഏൽപ്പിച്ചതിൽ പോലീസിലും പ്രതിഷേധം പുകയുന്നു. ജോലിഭാരം ഇരട്ടിയാകുന്നതും രോഗവ്യാപന സാധ്യത വർദ്ധിക്കുന്നതുമാണ് പോലീസുകാരുടെ ആശങ്ക. ഇത്തരത്തിലൊരു നിരീക്ഷണവും അവർ നടത്തിയിട്ടുണ്ട്. ഇതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കോവിഡ് പ്രതിരോധത്തിൽ എല്ലാ ഘട്ടത്തിലും ആരോഗ്യ പ്രവർത്തകരും പോലീസുമുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും അവരുടെ ഇടപെടലും തുടക്കം മുതലേയുണ്ട്. എന്നാൽ തുടർച്ചയായ അധ്വാനം, വിശ്രമരാഹിത്യം സ്വാഭാവികമായും ആരിലും ക്ഷീണമുണ്ടാക്കും. അത് ആരോഗ്യ പ്രവർത്തകരിലും ക്ഷീണമുളവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രോഗവ്യാപന ഘട്ടമാണ്. ആദ്യഘട്ടത്തിലുണ്ടായ ദൗത്യരീതിയല്ല ഈ രോഗവ്യാപന ഘട്ടത്തിൽ. രോഗികളുടെ എണ്ണം കൂടുകയാണ്. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരും കൂടുകയാണ്. പ്രൈമറി കോണ്ടാക്റ്റുകളുടെ എണ്ണം കൂടി. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ, അവരുടെ എണ്ണവും കൂടി. കോണ്ടാക്ട് ട്രേസിംഗ് കൂടുതൽ വിപുലമായി മാറി. നമ്മുടെ നാട്ടിൽ CFLTCകൾ സ്ഥാപിച്ചതോടെ ആ രംഗത്തും
പുതുതായി ശ്രദ്ധിക്കേണ്ടി വരുന്നു. മൊബൈൽ യൂണിറ്റുകൾ കൂടുതലായി, ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ആരോഗ്യ പ്രവർത്തകരുടെ ജോലിഭാരം ഗണ്യമായി വർദ്ധിപ്പിച്ചു. വീടുകളിൽ ചികിത്സക്കുള്ള സംവിധാനം ഒരുക്കുമ്പോൾ വീണ്ടും ജോലിഭാരം വർദ്ധിക്കുകയാണുണ്ടാവുക. അത്തരമൊരു ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരെ കൂടുതൽ സഹായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സമ്പർക്കം കണ്ടെത്തുന്നതിന് സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിക്കുക, ഇതേറ്റവും ഒഴിച്ചുകൂടാത്തതാണ്. അപ്പോൾ നേരത്തെ ആരോഗ്യ പ്രവർത്തകർ വിശ്രമരഹിതമായി ജോലി ചെയ്തു വരുന്നു. ഇപ്പോഴുള്ള അനുഭവം വലിയ തോതിൽ രോഗവ്യാപനം വരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലീസിനെ കൂടി ഇതിൻ്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ്. പോലീസ് എല്ലാവർക്കും മനസ്സിലാവും, ആരോഗ്യ പ്രവർത്തകർ ചെയ്യേണ്ട ജോലിയല്ല പോലീസ് ചെയ്യുക. ആരോഗ്യ പ്രവർത്തകർ ചെയ്യേണ്ട ജോലിയൊക്കെ ആരോഗ്യ പ്രവർത്തകർ തന്നെ ചെയ്യും. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ ജോലി എന്തോ പോലീസിന് കൈമാറുന്നു എന്നൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനൊരു ശ്രമം നടന്നിട്ടുണ്ട്. അതേസമയം പോലീസിന് അധിക ജോലി ഏൽപ്പിക്കുന്നുണ്ട്. അത് ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യ സംവിധാനത്തെയും വലിയ തോതിൽ ഇടപെട്ട് സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു തീരുമാനം തെറ്റിദ്ധാരണ സൃഷ്ടിക്കും വിധം പ്രചരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? ഇവിടെ അപൂർവം ചിലർക്ക് ഒരു മാനസികാവസ്ഥയുണ്ട്. എങ്ങനെയെങ്കിലും ഏതു വിധേനയെങ്കിലും രോഗവ്യാപനം ഒന്ന് വലിയ തോതിലാവണം. അത്തരം മാനസികാവസ്ഥയുള്ളവർക്ക് മാത്രമേ ഈ നിലപാടിനെ ആക്ഷേപിക്കാൻ കഴിയൂ. ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടലുകൾ, അവർ അനുഷ്ഠിക്കുന്ന ത്യാഗപൂർവമായ സേവനം, ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഈ കേരളത്തിൽ ആരാ ഉള്ളത്? എല്ലാ ഘട്ടത്തിലും അവരെ അഭിനന്ദിക്കുകയും വേണ്ട സഹായങ്ങൾ അവർക്ക് നൽകണമെന്ന നിലപാട് സ്വീകരിക്കുമല്ലേ സർക്കാർ ചെയ്തിട്ടുള്ളത്? ഇപ്പം ഈ വാർത്താ സമ്മേളനം എടുത്താൽ തന്നെ എത്രയോ വാർത്താ സമ്മേളനങ്ങളിൽ ഈ കാര്യം നേരത്തെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അത്രക്ക് ത്യാഗനിർഭരമായ പ്രവർത്തനമല്ലേ ആരോഗ്യ പ്രവർത്തകർ നടത്തുന്നത്. ഇപ്പോൾ റിവേഴ്സ് ക്വാറന്റൈൻ്റെ കാര്യം, റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയേണ്ടവരുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ചികിത്സ, പരിചരണം അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം കോൺടാക്ട് ട്രേസിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒരു കൂട്ടർ തന്നെ തുടർച്ചയായി ചെയ്യുമ്പോൾ മനുഷ്യരല്ലേ, മനുഷ്യസഹജമായ ക്ഷീണമുണ്ടാവില്ലേ? അതൊരു രീതിയിലുള്ള തളർച്ച അവരെ ബാധിക്കില്ലേ? ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റു രീതിയിലുള്ള സഹായം അത് ചെയ്യാൻ കഴിയുന്നത് പോലീസിനാണ്. ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ
അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുക. ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്തവരുണ്ടാകാം. അപ്പോൾ അത്തരം ആളുകളുടെ സമ്പർക്ക പട്ടിക വിപുലമാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സൈബർ സഹായം ഉൾപ്പെടെ ആവശ്യമായി വരും. മൊബൈൽ സേവനദാതാക്കളെ ബന്ധപ്പെടേണ്ടതായി വരും. ഇത്തരം കാര്യങ്ങളിൽ പോലീസിനല്ലേ ശരിയായ രീതിയിൽ ഇടപെടാൻ കഴിയുക? അപ്പോൾ അതിനെ കാണേണ്ടത് എങ്ങനെയാണ്? ആരോഗ്യ പ്രവർത്തകരെ ഈ കാര്യത്തിൽ സഹായിക്കാൻ പോലീസിന് മികച്ച രീതിയിൽ സാധിക്കുമെന്നല്ലേ? അതിനുള്ള സംവിധാനങ്ങൾ, അന്വേഷണ മികവ്, അതെല്ലാം പോലീസിനല്ലേ ഉള്ളത്. നാം കാണേണ്ടത് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഗൗരവമേറിയൊരു ദൗത്യമാണ്. ഇതുവരെ സമ്പർക്ക വ്യാപനത്തെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുകയും സമ്പർക്കം മൂലം രോഗസാധ്യതയുള്ളവരെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്ത ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് പോലീസ് ആവശ്യമായ സഹായം നൽകിയിരുന്നു. പക്ഷെ രോഗവ്യാപനം വർദ്ധിച്ച ഈ ഘട്ടത്തിൽ ആ ഉത്തരവാദിത്വം കൂടുതലായി പോലീസിനെ ഏൽപ്പിക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയും വേണ്ടതില്ല. കോൺടാക്ട് ട്രേസിങ്ങിന് പോലീസിൻ്റെ അന്വേഷണ മികവ് ഉപയോഗിക്കുമെന്ന് പറയുന്നത് ആ മേഖലയിൽ പഴുതുകളടച്ചുള്ള സമീപനം ഉണ്ടാകണമെന്നതുകൊണ്ട് തന്നെയാണ്. ഇത് പറഞ്ഞപ്പോൾ ചിലർക്ക് തോന്നി ആരോഗ്യ പ്രവർത്തകരെ ആകെ ഒഴിവാക്കുകയാണോ എന്ന്. അത്തരം തോന്നലുകളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഈ തീരുമാനം സംസ്ഥാനത്തെ പോലീസ് രാജിലേക്ക് നയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചത്. യഥാർത്ഥത്തിൽ എന്ത് കണ്ടിട്ടാണ് ഈ ആക്ഷേപം? ഒരു ഭാഗത്ത് ആരോഗ്യ പ്രവർത്തകരുടെ അവഗണന എന്ന ആക്ഷേപം ഉന്നയിക്കുക, മറുഭാഗത്ത് പോലീസ് സംവിധാനത്തിൻ്റെ ഇടപെടൽ മരവിപ്പിക്കുക. രണ്ടും നടന്നാലോ കോവിഡ് അതിൻ്റെ വഴിക്ക് പറന്നു പിടിക്കും. അത് അറിയാത്ത ആളാണോ പ്രതിപക്ഷം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്? ഈ ഒരു സമീപനമല്ലേ കഴിഞ്ഞ ദിവസം നാം കണ്ടത്? എന്തിനാണ് ഇത്തരമൊരു ഇരട്ട മുഖം സ്വീകരിക്കുന്നത്? ഇവിടെ പലതരത്തിലുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയവരുണ്ടല്ലോ. പ്രളയത്തെക്കുറിച്ചും വരൾച്ചയെക്കുറിച്ചും സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ചുമൊക്കെ വലിയ പ്രതീക്ഷയോടെ കണ്ട ആളുകളിൽ നിന്ന് ഇതിലപ്പുറം എന്താണ് പ്രതീക്ഷിക്കാനാവുക? ഇപ്പോൾ നമ്മുടെ കോവിഡ് പ്രതിരോധം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക, ഇതാണ് സർക്കാർ കാണുന്നത്. കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മറ്റ് പ്രദേശങ്ങളുടെയും അനുഭവം താരതമ്യം ചെയ്താൽ നാം എത്രമാത്രം മുന്നേറിയെന്ന് വ്യക്തമാവും. എന്നിട്ടും പറയുകയാണ് ഇവിടെ സർക്കാർ പരാജയപ്പെട്ടുവെന്ന്. ആരോടാണിത് പറയുന്നത്?
സർക്കാരിനൊപ്പം കോവിഡ് പ്രതിരോധ യജ്ഞത്തിൽ പങ്കാളികളാകുന്ന ഈ നാട്ടിലെ ജനങ്ങളോടോ? ആ ജനങ്ങളിൽ എല്ലാവരുമില്ലേ? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രമാണോ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ളത്? കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളായി നിൽക്കുന്ന തങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളെ അടർത്തി മാറ്റുക, അവരിലെ വല്ലാത്തൊരു സംശയമുണ്ടാക്കുക, ആ പ്രവർത്തനത്തിൽ സജീവമാകാതിരിക്കാൻ പ്രേരിപ്പിക്കുക, അതാണോ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്? നാം നമ്മുടെ നാടിൻ്റെ അനുഭവം കാണുന്നുണ്ടല്ലോ. ജനങ്ങളാകെ ഒരുമയോടെ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന നിലയല്ലേ കാണുന്നത്? ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ ആക്ഷേപങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന അതേ കാഴ്ച ഉണ്ടാവുമോ? അപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നു എന്നാണ് കാണേണ്ടത്. ഒരു കാര്യമേ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. പ്രതിപക്ഷം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കണമെന്നാണ്. നല്ല കാര്യമാണത്. വിമർശനങ്ങൾ തള്ളിക്കളയുന്ന സർക്കാരല്ല ഇത്. പക്ഷേ വിമർശനങ്ങൾക്ക് പകരം തെറ്റായ പ്രചരണങ്ങളും കോവിഡ് പ്രതിരോധം തകർക്കാനുള്ള കുത്തിത്തിരിപ്പുകളും കൊണ്ടുവരരുത് എന്ന് മാത്രം. കെട്ടുകഥകൾ ചുമന്നു കൊണ്ടുവരുമ്പോൾ അക്കാര്യത്തിൽ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഭാരം അത് ചുമക്കുന്നവർ തന്നെ പേറേണ്ടി വരും. കാര്യമായ രോഗലക്ഷണമില്ലാത്തവർക്കും മറ്റ് രോഗങ്ങളില്ലാത്തവർക്കും വീട്ടിൽ ചികിത്സ നൽകാം എന്ന നിർദ്ദേശം കഴിഞ്ഞയാഴ്ച തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. കേന്ദ്ര സർക്കാരും ആരോഗ്യ വിദഗ്ധരും നമ്മുടെ വിദഗ്ധ സമിതിയും നിർദ്ദേശമനുസരിച്ചാണ് ആ തീരുമാനമെടുത്തത്. അന്ന് ഇതിനെ ചിലർ വളച്ചൊടിച്ചു. സംസ്ഥാനം ചികിത്സയിൽ നിന്നും പിന്മാറുന്നു എന്നാണ് പറയാൻ തയ്യാറായത്. അതേപോലൊരു പ്രചരണമാണ് ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സഹായം നൽകാനുള്ള ചുമതല പോലീസിന് നൽകിയത്. അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ച് ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്താൻ നോക്കുന്നത്, അവരെ തളർത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെയാണ് യഥാർത്ഥത്തിൽ തളർത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ നന്ന്. അപകടത്തിലാക്കുന്നത് സമൂഹത്തെ ഒന്നാകെയാണ്. ഇത്തരം പ്രചരണങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ വീണുപോകാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കോൺടാക്ട് ട്രേസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി സബ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ടീം പോലീസ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയ സംവിധാനം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് മേഖലകളിൽ പോലീസിൻ്റെ മോട്ടോർ സൈക്കിൾ ബ്രിഗേഡിൻ്റെ സേവനം ശക്തിപ്പെടുത്തി. ജനങ്ങൾ കൂട്ടം കൂടുന്ന ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, കല്യാണ വീടുകൾ,
മരണവീടുകൾ, മാർക്കറ്റ്, തുറമുഖം ഇവിടങ്ങളിലെല്ലാം പോലീസ് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്ത സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കലും വാഹനങ്ങളിലെ അധിക യാത്രക്കാരുടെ എണ്ണവും പരിശോധിക്കുന്നതിന് പ്രധാന കേന്ദ്രങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിൽ എല്ലാവരും സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. മാസ്ക് ധരിക്കാത്ത 7300 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 4 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. കടലാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പ്രവൃത്തികൾ അടിയന്തര പ്രാധാന്യം നൽകി ആരംഭിക്കും. ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ധനകാര്യം, ജലവിഭവം, ഫിഷറീസ് എന്നീ വകുപ്പുകൾ കൂട്ടായി ചർച്ച ചെയ്യും. നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. നിലവിൽ അനുമതി നൽകിയ പ്രവൃത്തികളുണ്ട്. അത്തരം പ്രവൃത്തികളിൽ തുടർ നടപടി ഉടൻ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലാക്രമണം തടയാൻ ഹ്രസ്വകാല പദ്ധതിയും ദീർഘകാല പദ്ധതികളും ഇത് രണ്ടിനും രൂപം നൽകും. അതേസമയം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. തീരദേശ ജില്ലകൾക്ക് അടിയന്തര പ്രവൃത്തികൾക്ക് പണം അനുവദിച്ചിട്ടുണ്ട്. പൊന്നാനിയിലെ സമ്പൂർണ്ണ കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം പരിഗണനയിലുണ്ട്. ശംഖുമുഖം റോഡ് സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ഇന്ന് റിപ്പോർട്ട് മഴ കനക്കുന്നുവെന്ന് തന്നെയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. ഇടുക്കി, വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് വരുന്ന 4 ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. അതിതീവ്ര മഴയോടൊപ്പം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയവയുടെ സാധ്യതയും കൂടുതലാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ ജില്ലാ ഭരണ സംവിധാനങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിലുള്ളവരെ മുൻകരുതലിന്റെ ഭാഗമായി മാറ്റി താമസിപ്പിക്കും. നീലഗിരി കുന്നുകളിൽ അതിതീവ്ര മഴയുണ്ടാകുന്നത് വയനാട്, മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖല, പാലക്കാട് ജില്ലയുടെ വടക്ക് കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഇടുക്കി ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്നത് എറണാകുളം ജില്ലയെയും ബാധിക്കാനിടയുണ്ട്. പ്രവചനാതീതമായ ഈ സാഹചര്യത്തിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ ഗൗരവത്തിൽ കാണണം. ജില്ലാതല പ്രവചനമായതിനാൽ തങ്ങളുടെ പ്രദേശത്ത് നിലവിൽ മഴയില്ലെങ്കിൽ മുന്നറിയിപ്പിനെ അവഗണിക്കുന്ന രീതി നാട്ടിലുണ്ട്. പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടില്ല. വൈദ്യുതി വകുപ്പിന്റെ പെരിങ്ങൽകുത്ത്, കല്ലാർകുട്ടി, ലോവർ പെരിയാർ ഈ അണക്കെട്ടുകളിൽ നിന്ന് നിയന്ത്രിത അളവിൽ ജലം പുറത്തേക്ക് വിടുന്നുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി
ജലസേചന വകുപ്പിൻ്റെ ചില അണക്കെട്ടുകളിലും ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മണിമലയാറിൽ മാത്രമാണ് വാണിംഗ് ലെവലിനോട് അടുത്തുള്ള ജലനിരപ്പുള്ളത്. പക്ഷേ നദികളിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം ഒഴിവാക്കേണ്ടതാണ്. കാറ്റ് വീശുന്നതിനാൽ മരങ്ങൾ വീണും പോസ്റ്റുകൾ വീണും അപകടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടുന്ന ഘട്ടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തും. ക്വാറന്റൈനിൽ കഴിയുന്നവർ, രോഗലക്ഷണമുള്ളവർ, കോവിഡ് ബാധിക്കുന്നത് മൂലം കൂടുതൽ അപകട സാധ്യതയുള്ളവർ, സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ 4 തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്ക് ഇറങ്ങാനോ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് സമീപം കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാനും പാടില്ല. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കുകയും വേണം. കഴിഞ്ഞ ദിവസം സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. അതിൽ കേരളത്തിൽ നിന്ന് 50-ലധികം ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത്. അതിൽ തന്നെ ആദ്യ 100 റാങ്കുകളിൽ 10 മലയാളികൾ ഉൾപ്പെടുന്നുവെന്നത് അഭിമാനകരമായ നേട്ടമാണ്. വിജയികളായ എല്ലാവർക്കും സ്തുത്യർഹമായ രീതിയിൽ ജനസേവനം ചെയ്യാൻ കഴിയട്ടെ, നാടിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടിലെത്തി വിദേശത്തെ ജോലിസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് 5000 രൂപ വീതം ധനസഹായം നൽകുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 50 കോടി രൂപ നോർക്ക റൂട്ട്സിന് അനുവദിക്കാൻ തീരുമാനിച്ചു. നേരത്തെ നൽകിയ 8.5 കോടിക്ക് പുറമെയാണിത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനം നിർവഹിക്കുന്ന NHM ജീവനക്കാരുടെ പ്രതിഫലം പരിമിതമാണ്. അതുകൊണ്ട് തന്നെ NHMന്റെ കീഴിൽ കരാർ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകും. ഇൻസെൻറ്റീവും റിസ്ക് അലവൻസും ഏർപ്പെടുത്തുകയാണ്. ഇതിന് പ്രതിമാസം 22,68,00,000 രൂപ അധിക ബാധ്യതയായി അനുവദിക്കും. മെഡിക്കൽ ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് എന്നിവരടക്കമുള്ളവർ ഗ്രേഡ് 1-ലായിരിക്കും. ഇവരുടെ വേതനം കുറഞ്ഞത് 40,000 എന്നത് 50,000 ഉയർത്തും. 20% റിസ്ക് അലവൻസും അനുവദിക്കും. സീനിയർ കൺസൾട്ടന്റ്, ഡെന്റൽ സർജൻ, ആയുഷ് ഡോക്ടർമാർ തുടങ്ങിയവർ അടങ്ങുന്ന 2ാം കാറ്റഗറിക്ക് 20% റിസ്ക് അലവൻസ് അനുവദിക്കും. 3ാമത്തെ വിഭാഗത്തിൽ
സ്റ്റാഫ് നഴ്സ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഫാർമസിസ്റ്റ്, ടെക്നീഷ്യൻ തുടങ്ങിയവരാണുള്ളത്. ഇവരുടെ പ്രതിമാസ വേതനം കുറഞ്ഞത് 13,500 രൂപയാണ്. അത് 20,000 രൂപയായി ഉയർത്തും. 25% റിസ്ക് അലവൻസും അനുവദിക്കും. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് ദിവസവേതനത്തിന് പുറമെ 30% റിസ്ക് അലവൻസ് അനുവദിക്കും. കോവിഡ് പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിന് അധിക ജീവനക്കാരുണ്ടെങ്കിൽ ഇൻസെൻറ്റീവും റിസ്ക് അലവൻസും പുതുതായി നിയമിക്കപ്പെടുന്ന എല്ലാ ജീവനക്കാർക്കും ലഭ്യമാക്കും. വിവിധ രോഗങ്ങൾക്കുള്ള കോവിഡ് ഹെൽത്ത് പോളിസി പാക്കേജുകൾ KSP സ്കീമിൻ്റെ പരിധിയിൽ വരാത്ത ജീവനക്കാർക്കും നൽകും. കോവിഡ് ബ്രിഗേഡിലെ എല്ലാ അംഗങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ അഭിനന്ദന സർട്ടിഫിക്കറ്റ് നൽകാനും തീരുമാനിച്ചു. 2020-21 അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിബന്ധനകൾക്ക് വിധേയമായി +1 കോഴ്സുകളിൽ മാർജിനൽ സീറ്റ് വർധന വരുത്തും. കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 20%, മറ്റ് ജില്ലകളിൽ 10%മാണ് വർധന വരുത്തുക. വർദ്ധിപ്പിക്കുന്ന സീറ്റുകളിൽ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി ഏകജാലക പ്രക്രിയ മുഖേന ആയിരിക്കും പ്രവേശനം. അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ചുകൾക്ക് മാർജിനൽ സീറ്റ് വർധനവ് ബാധകമല്ല. നാഷണൽ ഹെൽത്ത് മിഷൻ സമർപ്പിച്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റികൾക്ക് കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ഉണ്ടായ വരുമാന നഷ്ടം കണക്കിലെടുത്ത് 36,36,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാൻ തീരുമാനിച്ചു. 2018 മഹാപ്രളയത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച വ്യാപാരി ക്ഷേമ ബോർഡ് അംഗങ്ങളല്ലാത്ത 10,800 വ്യാപാരികൾക്ക് 5,000 രൂപ വീതം ധനസഹായം അനുവദിക്കാൻ 5,40,00,000 രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാൻ തീരുമാനിച്ചു. റവന്യൂ അതോറിറ്റി, ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധി, സെക്രട്ടറി ഇവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ധനസഹായം. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെ രാത്രി ഷിഫ്റ്റുകളിൽ സ്ത്രീകൾക്ക് ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുന്നതിന് 1948 ഫാക്ടറീസ് ആക്ട് സെക്ഷൻ 66 ഭേദഗതി ചെയ്യാൻ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. സഹകരണ വകുപ്പിൽ 1986 മുതൽ താൽക്കാലികാടിസ്ഥാനത്തിൽ തുറന്നുവരുന്ന കുടിശ്ശിക നിവാരണ ഓഡിറ്റർമാരുടെ 75 തസ്തികകൾ ധനകാര്യ വകുപ്പ് നിർദ്ദേശിച്ച വ്യവസ്ഥകൾക്ക് വിധേയമായി 1/1/20 മുതൽ പ്രാബല്യത്തിൽ സ്ഥിരം തസ്തികകളായി മാറ്റുന്നതിന് അനുമതി നൽകാൻ തീരുമാനിച്ചു. ഇനി ഉള്ളത് സഹായത്തിൻ്റെ കാര്യമാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകർക്കായി 5,000 PPE കിറ്റ്, 5,000 ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റ്, മാധ്യമപ്രവർത്തകർക്കായി 1000 ഫേസ് ഷീൽഡ് എന്നിവ കൈമാറിയിട്ടുണ്ട്. DYFI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി
750 TV വിതരണം ചെയ്തു. കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം KNN MHSS VHS ശ്രീചിത്രവിലാസം LP സ്കൂൾ എന്നിവരുടെ നേതൃത്വത്തിൽ 42 വിദ്യാർത്ഥികൾക്ക് TV. കെ മാണി യൂത്ത് ബ്രിഗേഡ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 46 വിദ്യാർത്ഥികൾക്ക് TV, ടാബ്ലറ്റ് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവ നൽകി. KSTA തോടന്നൂർ സബ് ജില്ലാ കമ്മിറ്റി, KSTA മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് കമ്മിറ്റി ഇവയുടെ നേതൃത്വത്തിൽ 116 കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കി. വെട്ടിക്കവല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ GMHS ജെംസ് ഓഫ് 85-86 GMHS ജെംസ് ഓഫ് 85 6 വിദ്യാർത്ഥികൾക്ക് TV വിതരണം ചെയ്തു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം കരുനാഗപ്പള്ളി ക്ലസ്റ്റർ CFLTCയിലേക്ക് 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൈമാറി. CPIM കോവളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M. അലിയാർ ചാരിറ്റബിൾ സൊസൈറ്റി CFLTCയിലേക്ക് 75,000 രൂപയുടെ സാധനങ്ങൾ കൈമാറി. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ CFLTCകളിലെയും റിവേഴ്സ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകർക്കായി 1 ലക്ഷം രൂപയുടെ PPE കിറ്റ് കൈമാറി. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയവരാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടക്കാട് ഏരിയ കമ്മിറ്റി 3,05,000 രൂപ, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മലപ്പട്ടം, വളക്കൈ, പയ്യാവൂർ, എരുവേശി, ചുളിയാട്, പടിയൂർ, ശ്രീകണ്ഠാപുരം, കാഞ്ഞിലേരി, ചെങ്ങളായി വില്ലേജുകളിൽ വിവിധ ചാലഞ്ച് നടത്തി സ്വരൂപിച്ച 1,10,400 രൂപ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിലിക്കോട് മാണിയാട്ട് യൂണിറ്റ് 1,500,000 രൂപ. പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ സെക്രട്ടറി MNS നായർ തൻ്റെ 80ാം പിറന്നാൾ ആഘോഷത്തിന് കരുതിയ 1 ലക്ഷം രൂപ. കൂത്തുപറമ്പ് പഴയ നിരത്ത് PP നാണു മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രം 52,040 രൂപ. KSRTA CITU ജനറൽ സെക്രട്ടറി CK ഹരികൃഷ്ണൻ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് നീക്കിവെച്ച തുകയിൽ നിന്ന് 50,000 രൂപ. ചെറുവത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി 41,800 രൂപ. NREG വർക്കേഴ്സ് യൂണിയൻ പടന്ന പഞ്ചായത്ത് കമ്മിറ്റി 34,350 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ 3 ആഴ്ചത്തെ രോഗികളുടെ കണക്കെടുക്കുമ്പോൾ മൊത്ത രോഗികളുടെ എണ്ണത്തിന്റെ 90% സമ്പർക്ക രോഗികളാണ്. മാത്രമല്ല, ഈ ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണത്തിൽ ഒരു വർധന പോകുന്നത്. നേരത്തെ തിരുവനന്തപുരം ആയിരുന്നെങ്കിൽ മറ്റ് ജില്ലകളിൽ ഈ സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇതൊരു സമൂഹ വ്യാപനമായി കണക്കാക്കാൻ കഴിയില്ലേ? അല്ല, നമ്മൾ ഇപ്പോൾ സമൂഹ വ്യാപനോ ആണോ അല്ലേ എന്നുള്ളൊരു തർക്കത്തിലേക്കല്ല ഇപ്പോൾ പോകേണ്ടത്. ഈ വസ്തുതകൾ നമ്മൾ കൃത്യമായി കാണുകയും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കലുമാണ് പ്രധാനം. ഏതായാലും ഈ 2 കാര്യവും വസ്തുതയാണ്. കാരണം നമ്മുടെ സമ്പർക്ക വ്യാപനം വലിയ തോതിൽ കൂടിയിരിക്കുന്നു. സമ്പർക്ക വ്യാപനം കൂടുന്നത് സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ എങ്ങനെ ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണവും കൂടുന്നു. അത് സമ്പർക്കത്തിലൂടെയാണ് എന്നത് വ്യക്തമാണ്. പക്ഷേ ഏത് സമ്പർക്കമാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. പൂർണ്ണമായും പ്രതിരോധത്തിനുള്ള സുരക്ഷാ നടപടിക്രമങ്ങൾ ശക്തമായി പാലിച്ചു പോവുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആളുകൾ കൂടി നിൽക്കുന്നതിനൊരു മടിയില്ല. ഇപ്പം നേരത്തെ നമ്മൾ നിർദ്ദേശിച്ചതായിരുന്നു ആ കടകളിൽ ആളുകൾ കയറുന്നതിന് നിശ്ചിത എണ്ണം തീരുമാനിക്കണം എന്നുള്ളത്. പക്ഷേ പിന്നീടത് മെല്ലെ മാറി വന്നു. അതൊക്കെ നമുക്ക് കൃത്യമായി പാലിക്കേണ്ടതായിട്ട് വരും. ഓരോ കടയുടെയും അതിൻ്റെ
വിസ്തീർണമനുസരിച്ച് ഇത്ര ആളുകൾക്കേ പ്രവേശിക്കാവൂ എന്ന് കണക്കാക്കണം. അവിടുന്ന് അത്ര ആളുകൾ മാത്രം ആ അകത്തേക്ക് കടക്കുക, ബാക്കിയുള്ളവർ നിശ്ചിത അകലം പാലിച്ചുകൊണ്ടുള്ള ക്യൂ നിൽക്കുക. അങ്ങനൊരു രീതി നമ്മൾ സ്വീകരിക്കണം, വേറെ മാർഗമില്ല. ആ അകത്തുള്ളവർ പുറത്തു വരുമ്പോൾ അത്ര ആളുകൾക്ക് അകത്തോട്ട് കടക്കുക. ആ ഒരു നില കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ട് വരും. പോലീസ് ആ കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടുന്ന നിലയും വരും. നേരത്തെ നമ്മൾ ചിലയിടത്ത് സ്വീകരിച്ചതാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കൽ മാത്രമേ നമുക്കിതിനെ തടയാൻ വഴിയുള്ളൂ. ഈ പോലീസിന്റെ കാര്യത്തിൽ ഒരു സംശയം ആണ്. അതായത് ഈ പോലീസുകാരെ കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നു. അത് അവർക്ക് സ്ഥിരമായി കിട്ടുന്നത് കേസുകൾ പിടിക്കുന്നതിന് കോട്ട നിശ്ചയിച്ച് കൊടുക്കാറുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ. അപ്പം അതും ഇതും അവർക്ക് ഇരട്ടി ജോലിയാകുന്നു. രണ്ടാമതൊന്നുകൂടി ഈ ഹെൽത്ത് വർക്കേഴ്സിന് ഉള്ളതുപോലെ പോലീസിന് ഈ റിസ്ക് അലവൻസ് പ്രത്യേകമായി നൽകുമോ? അതിനെക്കുറിച്ചൊരു ധാരണ എത്തിയിട്ടുണ്ടോ? അല്ല, ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ കോവിഡിൻ്റെ ഭാഗമായിട്ട് ഡ്യൂട്ടിയിലുള്ള ഹെൽത്ത് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർ നേരിട്ട് കോവിഡ് രോഗികളുമായിട്ട് ബന്ധപ്പെടേണ്ടവരാണ്. അപ്പോൾ അതിലുള്ള റിസ്ക് സ്വാഭാവികമായിട്ടുണ്ട്. എന്നാൽ ആ റിസ്കിൻ്റെ ഭാഗമായി മറ്റുള്ളവരും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവർ നല്ല ജാഗ്രത പാലിച്ചു പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത്തരം ആളുകൾക്ക് ഇപ്പോൾ മറ്റ് അലവൻസുകൾ ആലോചിച്ചിട്ടില്ല. പോലീസിൻ്റെ കാര്യത്തിൽ മറ്റ് പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോകുമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഇതിനാണല്ലോ മുൻതൂക്കം കൊടുക്കേണ്ടത്. ആ മുൻതൂക്കം കൊടുക്കേണ്ടതിൽ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ വരും. വളരെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ അതുകൂടി ശ്രദ്ധിക്കുന്ന നില വരും. സിഎം മറ്റൊരു കാര്യമാണ്, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ട് NIA സോളിസിറ്റർ ജനറൽ ഇന്നലെ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രത്യേകമായി അഭിനന്ദിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ച് എന്താ അങ്ങയുടെ അഭിപ്രായം? അല്ല, ഇതിനെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ്? സാധാരണ നിലക്ക് ഉള്ളൊരു വസ്തുത അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അതിന് മറ്റേ കൂടുതൽ ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കത്തയച്ചു എന്നുള്ളതാണല്ലോ. കത്തയച്ചത് നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ, കത്തയച്ച ഉടനെ തന്നെ. ഗുഡ്വിൻ തട്ടിപ്പിനിരയായ മലയാളികൾ ആരെങ്കിലും അങ്ങേക്ക് പരാതി നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു ഗുഡ്വിൻ തട്ടിപ്പിനിരയായ മലയാളികൾ, മുംബൈ മലയാളികൾ. എൻ്റെ അടുത്ത് ഒരു പരാതി എൻ്റെ ശ്രദ്ധയിലില്ല. ഓഫീസിലുണ്ടോ എന്നുള്ളത് എനിക്ക് പറയില്ല. എനിക്ക് അങ്ങനെ ഒരു പരാതി എൻ്റെ ശ്രദ്ധയിലില്ല. ഒരു കാര്യം കൂടി സിഎം, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഹാൻഡ് വീവിലെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന്. താങ്കൾ അത് ഗൗരവപൂർവ്വം പരിഗണിക്കാമെന്നും പറഞ്ഞു. അവർക്ക് ഇപ്പോഴും ശമ്പളം കിട്ടിയിട്ടില്ല. അതിൽ എന്തെങ്കിലും നടപടിയാകുന്നുണ്ടോ? അത് ഗൗരവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നടപടികൾ നീക്കുന്നുണ്ട്. സിഎം, ഈ പോലീസിന്റെ കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചത് പ്രതിപക്ഷം മാത്രമല്ല, മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് തുടങ്ങിയ ആളുകൾ ചൂണ്ടിക്കാണിച്ചത് ഈ പോലീസിനെ കണ്ടെയ്ൻമെന്റ് ഏരിയ മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കോണ്ടാക്ട് ട്രേസിംഗ് തുടങ്ങിയ ജോലികൾ ഏൽപ്പിക്കുമ്പോൾ അത് ശരിയായ രീതിയല്ല എന്ന തരത്തിലുള്ള വിമർശനം അത്തരം കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് നേരത്തെ ക്വാറന്റൈൻ നിരീക്ഷണത്തിനൊക്കെ തന്നെ പോലീസിനെ നിയോഗിച്ച കാര്യം സിഎം തന്നെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അക്കാലത്ത് വിമർശനം ഉന്നയിച്ചവരല്ല ഇവരാരും. ഇപ്പോൾ ഈ മൊത്തത്തിൽ പോലീസിനെ കൂടുതൽ അധികാരം കൽപ്പിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. അതല്ല വിമർശനത്തിന് കാരണം? തീർച്ചയായും ആ അധികാരമുണ്ട്. അധികാരമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ആ അധികാരത്തോടു കൂടി തന്നെയാണ് അവർ പ്രവർത്തിക്കുക. പക്ഷേ അത് ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് കൂടിയാണ്. എന്താ ഉദ്ദേശം? നമ്മുടെ നാട്ടിലെ കോവിഡ് വ്യാപനം തടയാനാവണം. ആ തടയുന്നതിനുള്ള അധികാരം ഉപയോഗിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സിഎം, അത് ഒരു കാര്യം കൂടി, ഈ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും മാത്രമല്ല, ഈ IMA, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സംഘടന, ഫാർമസിസ്റ്റുകളുടെ സംഘടന, അങ്ങനെ അവർ സംഘടനാപരമായിട്ട് തന്നെ ഈ കാര്യത്തെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കേട്ട ഉടനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവർ വിചാരിച്ചത് അവരുടെ എന്തോ കാര്യങ്ങളെല്ലാം മാറ്റി അവർക്ക് പകരം പോലീസിനെ ഉപയോഗിക്കുകയാണെന്നാണ്. ഞാൻ വ്യക്തമാക്കിയല്ലോ അത്. ഇത്രയും സമയം ഞാൻ അതാണല്ലോ വ്യക്തമാക്കിയത്. അവർക്കൊരു തെറ്റിദ്ധാരണയും ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. സിഎം, സമയമില്ലാത്തതാണ് മറ്റൊരു വിഷയത്തിലേക്ക്. ഇന്ന് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശില പാകിയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അഭിനന്ദനം അർഹിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ നിലപാട് എന്തായിരുന്നു? അതിനെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എന്ന് വ്യക്തമാക്കാമോ? വളരെ കൃത്യമായിട്ട് അറിയണമല്ലേ? ആട്ടെ, ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ CPIMന്റെ നിലപാടാണ് അറിയേണ്ടതെങ്കിൽ അത് നേരത്തെ CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിക്കേണ്ടതായിട്ടില്ല. ഇന്നത്തെ കണക്കനുസരിച്ച് രാജ്യത്തെ കോവിഡ് വ്യാപനം 19 ലക്ഷം കവിഞ്ഞു.
രാജ്യത്ത്. അതെങ്ങനെ മറികടക്കാമെന്നാണ് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കേണ്ടത്. ഇതിൻ്റെ ഭാഗമായി ദാരിദ്ര്യത്തിൽ എഴുതുന്ന വല്ലാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുണ്ട്. അവർക്കെങ്ങനെ സാന്ത്വനം നൽകാനാകും? ഇതുമാണ് നാം കാര്യമായിട്ട് ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചില നടപടികൾ സംസ്ഥാന സർക്കാർ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. ഇപ്പോൾ പ്രവാസികൾക്ക് 50 കോടി രൂപ മാറ്റിവെച്ചത് പറഞ്ഞില്ലേ? അത്തരം കാര്യങ്ങൾ ഈ മഹാമാരിയുടെ കാലത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യാപാരികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഈ കോവിഡിനെതിരെ പോരാട്ടം നടത്തുന്ന ആളുകൾ അവർക്കുള്ള പ്രത്യേക അലവൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് പോകാം. മറ്റത് പിന്നെ ആലോചിക്കാമല്ലോ സൗകര്യം പോലെ. അതിലേക്ക് അതായിരിക്കും നല്ലത്. സിഎം, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിലുള്ള മുന്നിലുള്ള നിലപാടിൽ മാറ്റം വന്നുവെന്ന് സിഎം കരുതുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് അല്ലെങ്കിൽ പ്രതികരണം അതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. നിങ്ങളെയും അത് അത്ഭുതപ്പെടുത്തുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ കാലത്തും കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ രാജീവ് ഗാന്ധി, നരസിംഹറാവു, അവരുടെയൊക്കെ നിലപാടുകൾ ചരിത്രത്തിൻ്റെ ഭാഗമായുള്ളതല്ലേ. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിനൊരു വ്യക്തമായ നിലപാടുണ്ടായിരുന്നെങ്കിൽ രാജ്യത്തിന് ഈ ഗതി വരില്ലായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ നിലപാടിൽ പുതുതായി എന്തെങ്കിലും ഉള്ളതായിട്ട് കരുതുന്നില്ല. എക്കാലവും മൃദു ഹിന്ദുത്വത്തിൻ്റെ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോൾ ബാബറി മസ്ജിദിൽ ആരാധന അനുവദിച്ചതാരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. അവിടെ ക്ഷേത്രത്തിന് ശിലാന്യാസം അനുവദിച്ചത് ആരായിരുന്നു? കോൺഗ്രസ് സർക്കാരായിരുന്നു. ആ ശില മണ്ഡപമാകാൻ പാകത്തിൽ കർസേവ നടത്താൻ അനുവാദം നൽകിയതാരായിരുന്നു? അത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉള്ളപ്പോൾ തന്നെയാണ്. ഇനി എല്ലാറ്റിനുമുപരി ബാബറി മസ്ജിദ് തകർക്കാൻ സംഘപരിവാരുകാർ അവിടത്തേക്ക് ചീറിപ്പാഞ്ഞ് ചെല്ലുന്ന ഘട്ടത്തിൽ കണ്ണടച്ചിരുന്ന് നിസ്സംഗതയോടെ അതിനെ സമീപിച്ചത് ആരായിരുന്നു? കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് നിഷ്ക്രിയത്വത്തിലൂടെ സാക്ഷ്യം വഹിച്ചിരുന്നതും കോൺഗ്രസ് തന്നെയാണ്. ബാബറി മസ്ജിദ് ഒരു പ്രത്യേക വിഭാഗത്തിനായി തുറന്നു കൊടുത്തതിൻ്റെയും കർസേവ അനുവദിച്ചതിൻ്റെയും ശിലാന്യാസ് അനുവദിച്ചതിൻ്റെയും ഒക്കെ സ്വാഭാവിക പരിണതിയാണ് പിന്നീടുണ്ടായത്. ഇത് നടന്നപ്പോഴൊക്കെ ഇവർക്കൊപ്പം നിന്ന ചരിത്രമാണ് ലീഗിൻ്റേതും എന്നത് നമ്മൾ ഓർക്കണം. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിലൊന്നും കൂടുതൽ നമ്മൾ ആലോചിക്കാതിരിക്കലാണ് നല്ലത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടാവാം. ഈ കോവിഡിന്റെ കാര്യത്തിൽ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞാൽ 100%